ഇന്നാണ് നമ്മുടെ ഓശാന ഞായർ, അതായത് എറുസലേമിലേക്ക് നമ്മുടെ യേശുക്രിസ്തു പ്രവേശിച്ച ദിവസം. എറുസലേമിലേക്ക് നമ്മുടെ യേശുക്രിസ്തു പ്രവേശിച്ച ദിവസം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ കുരുത്തോലകൾ കൊണ്ട് ഹോസാന ഹോസാന എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ അവരുടെ രാജാവായി അവർ സ്വീകരിച്ചു. എല്ലാവരും കുരുത്തോലകൾ വീശിയും എറിഞ്ഞുമാണ് അദ്ദേഹത്തെ വരവേറ്റത്. കുരുത്തോല എന്നത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു അടയാളമാണ്. അതിനാൽ ആ ഒരു സംഭവത്തിൻ്റെ അടയാളമായി ഇന്നും പള്ളികളിൽ കുരുത്തോലകളും കൊണ്ട് പ്രദക്ഷിണം നടത്തുന്നു. അതിൻ്റെ ഓർമ്മ പുതുക്കലിനാണ് കേട്ടോ നമ്മൾ ഓശാന ഞായർ കൈകളിൽ കുരുത്തോലകൾ കരുതുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് പള്ളിയിൽ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ദിവസമാണ് കേട്ടോ ഈ ഓശാന ഞായർ. എന്തെന്നറിയില്ല, പപ്പ ഉണ്ടായിരുന്ന കൂടുതൽ ഓർമ്മകളിൽ ഇതും ഒരു ദിവസമായിരുന്നു കേട്ടോ. ഈ സമയം പപ്പ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഓലയിൽ കുരിശുണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചു തന്നേന്. എവിടെയോ പപ്പയുടെ പ്രസൻസ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോയൊരു നിമിഷമായിരുന്നു. ഫിസിക്കലി അല്ലെങ്കിലും എവിടെയൊക്കെയോ പപ്പ കൂടെ ഉണ്ടെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ തോന്നലുകൾ. അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. പിന്നെ ഓലകൾ വെച്ച് തട്ടിക്കൂട്ടിയുള്ള കുരിശുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി. പിന്നെ കുർബാന കഴിഞ്ഞു. വളരെ നല്ല കുർബാനയായിരുന്നു. വെയിൽ കുറച്ച് അൺസൈക്കബിളായിരുന്നു. പിന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ സഹിച്ചപ്പം കുറച്ച് വെയിൽ സഹിക്കുന്നതിൽ വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ നേരത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. എല്ലാവരോടും സംസാരിച്ചു. കുരുത്തോലയുടെ പ്രതീകമായ സ്നേഹവും സമാധാനവും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസവും അങ്ങനെ കഴിഞ്ഞു. എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.